Hello guys. Hello. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസിന്റെ പാർട്ട് 1 ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് പാർട്ട്, അതായത് ഹെൽത്ത് ആൻഡ് ഡിസീസിന്റെ ഒരുപാട് MCQs നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തിട്ടുണ്ട്. കുറച്ച് MCQs, കുറച്ച് ഏരിയസ് നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ അതാണ് നമ്മൾ ഈ സെഷനിൽ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, സോ one minute. സോ ഗൈസ്, അൺഅക്കാദമി ആപ്പിൽ നമുക്ക് ഒരുപാട് ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, MCQ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ ആ ഒരു ഫെസിലിറ്റീസ് നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ അൺഅക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ നീറ്റ് 2022 അല്ലെങ്കിൽ 2023 പ്രിപ്പറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അൺഅക്കാദമി സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺഅക്കാദമി ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എൻ്റെ കോഡ് വെച്ച് എൻറോൾ ചെയ്യുക, DRIF07. ഓക്കെ, നിങ്ങൾക്ക് അവിടെ ഓഫറും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും. പിന്നെ EMI ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഫീൻ്റെ കാര്യത്തിൽ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, നിങ്ങൾ 6 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 1 മാസം എക്സ്ട്രായും, അതുപോലെ 18 മാസം സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ സബ്സ്ക്രിപ്ഷന് ഈ എക്സ്ട്രാ ഓഫേഴ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എൻ്റെ റെഫറൽ കോഡ് യൂസ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് DRIF07. ഓക്കെ, DRIF07. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഹെൽത്ത് ആൻഡ് ഡിസീസിലെ ബാക്കി MCQസിലേക്കാണ് നമുക്ക് പോവേണ്ടത്. ഓക്കെ, പ്ലീസ് വെയിറ്റ് ഗൈസ്. ഓക്കെ, യെസ്, ഇറ്റ്സ് ഹിയർ. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഗൈസ്. ഓക്കെ, യെസ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. കോമൺ കോൾഡ് ഡിഫേഴ്സ് ഫ്രം ന്യൂമോണിയ ഇൻ ദാറ്റ്. കോമൺ കോൾഡ് ന്യൂമോണിയ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് ആൻസർ ചെയ്തോളൂ. A ആണോ, B ആണോ, C ആണോ, D ആണോ? എന്താ ഓപ്ഷൻ 1, ന്യൂമോണിയ ഈസ് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് whereas the common cold is a nutritional deficiency disease. Option 2, pneumonia can be prevented by a live attenuated bacterial vaccine whereas the common cold has no effective vaccine. Option 3, pneumonia is caused by a virus while the common cold is caused by the bacterium Haemophilus influenzae. Option 4, pneumonia pathogen infects the alveoli whereas the common cold affects nose and respiratory passage but not the lungs. എന്താണ് ഇവർ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്? കോമൺ കോൾഡ് ന്യൂമോണിയ മെയിൻ ഡിഫറൻസ് എന്താണ്? ഇതിൽ ഏത് ഓപ്ഷൻസ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുക? പ്ലീസ് കമന്റ് ഗൈസ്. 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? പെട്ടെന്ന് ആൻസർ ചെയ്ത് യെസ്, പെട്ടെന്ന് പറയൂ. യെസ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. യെസ് ഗൈസ്, യെസ്, വെരി ഗുഡ് ആൻസർ. ദാറ്റ് ഈസ് യെസ്, കറക്റ്റ് ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ, ഇസ്ന്റ് ഇറ്റ്? അതായത് നമ്മുടെ കോമൺ കോൾഡ് നമ്മൾ മലയാളത്തില് ജലദോഷം എന്ന് പറയാറുണ്ടല്ലേ? ഈ ജലദോഷം മെയിനായിട്ട് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട്, റൈനോ വൈറസ് ആണല്ലോ കോമൺ കോൾഡിന്റെ വൈറസ് അല്ലേ, എഫക്ട് ചെയ്യുന്ന പാത്തജൻ.
അപ്പം ഇത് അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻവോൾവ് ചെയ്യുക. Parts or area affected for common cold is upper respiratory tract, but pneumonia mainly affects the alveoli of the lungs, that is lower respiratory tract. Okay, അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റും? ഓപ്ഷൻ yes guys, that is 4 is the right answer. Option 4 is the right answer. Okay, next ക്വസ്റ്റിലേക്ക് പോവാം. Yes, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിക്കേ. Which one of the following is not a property of cancerous cells, whereas the remaining 3 are? ഇതിൽ ഏതോ ഒന്ന് ക്യാൻസറസ് സെൽസിന്റെ പ്രോപ്പർട്ടി അല്ല. അത് ഏതാണെന്നാ ചോദിച്ചത്. They compete with normal cells for vital nutrients. They do not remain confined in the area of formation. They divide in an uncontrolled manner. They show contact inhibition. Which one of the following is not a property of cancerous cells, whereas the remaining 3 are? ക്യാൻസർ സെൽസ് നമ്മൾ പഠിച്ചിട്ട് അൺകൺട്രോൾഡ് അൺഡിവിഷൻ പ്രോലിഫറേഷൻ ഓഫ് സെൽസ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏതാണ് നമുക്ക് ഇതിൽ ക്യാൻസർ സെൽസിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചത്? 1 ആണോ 2 ആണോ 3 ആണോ 4 ആണോ? ഏതാണ് ക്യാൻസർ സെൽസിന്റെ പ്രോപ്പർട്ടി അല്ലാത്തത്? പ്ലീസ് കമന്റ് ഗൈസ്. യെസ് പറയൂ, പെട്ടെന്ന് പറയൂ, പെട്ടെന്ന് പറയൂ മക്കളെ. യെസ്, വെരി ഗുഡ് ഗൈസ്, വെരി ഗുഡ്. യെസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമൽ സെൽസിന്റെ. യെസ്, വെരി ഗുഡ് ആൻസർ ഗൈസ്. നോർമൽ സെൽസിന്റെ പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ. ശരിയല്ലേ? നോർമൽ സെൽസ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്, കോണ്ടാക്റ്റിൽ വന്നാൽ അവർ ഇൻഹിബിറ്റ് ചെയ്യും. പക്ഷെ ക്യാൻസർ സെൽസ് ഒക്കെ കോണ്ടാക്ട് വന്ന ഇൻഹിബിഷൻ ആണോ? അവർ മെയിനായിട്ട് കൂടിച്ചേരുന്നതല്ലേ, ഒരു മാസ് ഫോം ചെയ്യ ഒരു പ്രൊലിഫറേഷൻ ഓഫ് സെൽസ് ആണല്ലേ. ഒരു ട്യൂമർ നിയോപ്ലാസ് ആയിട്ട് മാറുന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കോണ്ടാക്ട് ഇൻഹിബിഷൻ നോർമൽ സെൽസിന്റെ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ക്യാൻസർ സെൽസിന് കോണ്ടാക്ട് ഇൻഹിബിഷൻ അല്ല. ഓക്കെ, നോർമൽ സെൽസിന്റെ പ്രോപ്പർട്ടിയാണ് കോണ്ടാക്ട് ഇൻഹിബിഷൻ, ക്യാൻസർ സെൽസിന്റെ അല്ല. So option 4 is the right answer. Yes, great answer guys. That is option 4 is the right answer. Okay, yeah. Ogu. Next. ഈ question നോക്കിക്കേ. Which one of the following act as a physiological barrier to the entry of microorganism in human body? Which one of the following act as a physiological barrier to the entry of microorganism in human body? നമ്മളെല്ലാവരും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പഠിച്ചതല്ലേ, ജന്മനാ ഫോം ചെയ്ത ഇമ്മ്യൂണിറ്റി. അത് നോൺ സ്പെസിഫിക് ആണ്, മൊത്തം ചിതറിക്കിടക്കുക അല്ലേ. ഫിസിക്കൽ ബാരിയർ, ഇറ്റ് ആക്ട്സ് ത്രൂ മെയിൻലി ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയർ, ഫിസിയോളജിക്കൽ ബാരിയർ ആൻഡ് സെല്ലുലാർ ബാരിയർ. അതുപോലെ സൈറ്റോകൈൻ ബാരിയർ. ഇതില് ഫിസിയോളജിക്കൽ ബാരിയറിന് എക്സാമ്പിൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ചോദിച്ചത്. ഏതാണ് ഫിസിയോളജിക്കൽ ബാരിയർ കൊടുത്തത്? ഇതിൽ നമുക്ക് ഏതാ കൊടുക്കാൻ പറ്റുക? ടിയേഴ്സ് ആണോ, മോണോസൈറ്റ് ആണോ, സ്കിൻ ആണോ, എപ്പിത്തീലിയം ഓഫ് യൂറോജനൈറ്റൽ ട്രാക്ട് ആണോ? ഇതിൽ ഏതാണ് നമുക്ക് ഫിസിയോളജിക്കൽ ബാരിയറിന് എക്സാമ്പിൾ പറയാൻ പറ്റുക? യെസ്, പെട്ടെന്ന് ആൻസർ പറയൂ. 1 2 3 or 4 പ്ലീസ് ഗൈസ്. ഇതിൽ ഏതാണ് ഫിസിയോളജിക്കൽ ബാരിയറിന് എക്സാമ്പിൾ അവർ കൊടുത്തിരിക്കുന്നത്? ഫിസിയോളജിക്കൽ ബാരിയറിന് എക്സാമ്പിൾ ഏതാണ്? Which one of the following act as a physiological barrier to the entry of microorganisms in human body? Which one of the following act as a physiological barrier to the entry of microorganisms in human body? ഏതാ മക്കൾസ്? Yes guys, very good answer. Yes, that is physiological barrier, tears. Okay, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫിസിക്കൽ ബാരിയർ, സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ. സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ മെയിൻലി എല്ലാ ട്രാക്റ്റിനും കവർ ചെയ്തിട്ടും അല്ലേ. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, റെസ്പിറേറ്ററി ട്രാക്ട്, ഇതിനൊക്കെ ലൈൻസ് ഇരിക്കുന്ന എപ്പിത്തീലിയം അല്ലേ. ഇതിനൊക്കെ എപ്പിത്തീലിയൽ ലൈനിങ് ആണ്. അതൊക്കെ നമുക്ക് മ്യൂക്കസ് മെംബ്രെയിൻ ആണ്, ഫിസിക്കൽ ബാരിയർ ആണ്. ഏതാ ഫിസിയോളജിക്കൽ ബാരിയർ? സലൈവ, ടിയേഴ്സ്, HCl ഒക്കെ നമുക്ക് ഫിസിയോളജിക്കൽ ബാരിയറിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഇല്ലേ? പിന്നെയോ സെല്ലുലാർ ബാരിയർ, സെൽസ് ഇല്ലേ, മോണോസൈറ്റ്, ന്യൂട്രോഫിൽ, ലിംഫോസൈറ്റ്സ് ഒക്കെ അല്ലേ. അതുപോലെ സൈറ്റോകൈൻ ബാരിയർ ആണ് ആൽഫ ഇന്റർഫെറോൺ. വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് അല്ലെ, ഇന്റർഫെറോൺ. അത് അതർ സെൽസിന് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് പ്രൊട്ടക്ട്സ് അതർ സെൽസ് ഫ്രം ഇൻഫെക്ഷൻ. ഓക്കെ, so yes guys, that is option 1 is the right answer. Physiological barrier ചോദിച്ചിരിക്കുന്നത്. So option 1, tears is the right answer. Yes, very good. Next.
Where will you, sorry guys, where will you look for this sporozoite of malarial parasite? Where will you look for this sporozoite of malarial parasite? മലേറിയൽ പാരസൈറ്റിന്റെ പ്ലാസ്മോഡിയത്തിന്റെ ഒരു ഫോമിൽ സ്പോറോസോയിറ്റ് എവിടെയാ കാണാന്ന്? സ്പോറോസോയിറ്റിന്റെ ഫോം എവിടെയാ കാണാ? ഓപ്ഷൻ 1 റെഡ് ബ്ലഡ് കോർപ്പസിൽ ഓഫ് ഹ്യൂമൻ സഫറിംഗ് ഫ്രം മലേറിയ. ഓപ്ഷൻ 2 spleen of infected humans. Option 3 salivary glands of freshly molted female Anopheles mosquito. Option 4 saliva of infected female Anopheles mosquito. Where will you look for the sporozoite of malarial parasite? എവിടെയാണ് നമുക്ക് മലേറിയൽ പാരസൈറ്റ് അതായത് സ്പോറോസോയിറ്റിന്റെ ഫോം കാണുക? പ്ലീസ് ഗൈസ് 1 2 3 or 4 പ്ലീസ് കമന്റ്. ക്യുക്ക് പെട്ടെന്ന് കമന്റ് ചെയ്യോ. ഏതാണ്? യെസ്, ഏതാ നമുക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റുക? യെസ് ഗ്രേറ്റ് ആൻസർ ഗൈസ്. യെസ്, വെരി ഗുഡ്. യെസ്, അതായത് ഇൻഫെക്റ്റഡ്, അതായത് കാരിയർ ആയിട്ടുള്ള ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോന്റെ സലൈവറി ഗ്ലാഡിൽ. ശരിയല്ലേ? സലൈവ ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ. യെസ് ഗൈസ്, ദാറ്റ് ഈസ് ഓപ്ഷൻ 4 is the right answer. Okay, saliva of infected female Anopheles mosquito ആണ്. That is option 4 is the right answer. Yes, great answer guys. Option 4 is the right answer. Okay, life cycle of plasmodium very important ആണ്. അവിടെ നിങ്ങൾക്ക് വേറെ MCQ ചോദിക്കാനുള്ള അവിടെ പ്രൈമറി ഹോസ്റ്റ് ആരാണ്? ആരിലാണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് അതാണ് പ്രൈമറി ഹോസ്റ്റ്, അതായത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഓക്കെ, അതേപോലെ സെക്കൻഡറി ഹോസ്റ്റ് ആണ് ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അവിടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്, അത് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരൊറ്റ ഫംഗൽ ഡിസോർഡർ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അത് നമ്മുടെ റിംഗ് വേം ഡിസീസ്, മലയാളത്തിൽ നമ്മൾ വട്ടച്ചൊറി എന്നൊക്കെ പറയാറുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെയർ ഓഫ് വൈറൽ ഡിസീസ്? ഏതാണ് നമ്മൾക്ക് ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ? വൈറൽ ഡിസീസ് മാത്രമുള്ള പെയർ സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻ 1 റിംഗ് വേം എയ്ഡ്സ്. ഓപ്ഷൻ 2 കോമൺ കോൾഡ് എയ്ഡ്സ്. ഓപ്ഷൻ 3 ഡിസെൻട്രി കോമൺ കോൾഡ്. ഓപ്ഷൻ 4 ടൈഫോയിഡ് ട്യൂബർകുലോസിസ്. ഇതിൽ ഏതാണ് പെയർ ഓഫ് വൈറൽ ഡിസീസ്? 1 2 3 or 4. ഇത് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്കറിയാം, പെട്ടെന്ന് ആൻസർ ചെയ്യൂ മക്കൾസ്. Which of the following is a pair of viral diseases? Which of the following is a pair of viral diseases? Which of the following is a pair of viral diseases? Yes, very good answer guys. Yes, that is option 2 is the right answer. Okay, ringworm fungus ആണ്. മൈക്രോസ്പോറം, എപ്പിഡെർമോഫൈറ്റോൺ, ട്രൈക്കോഫൈറ്റോൺ, മെറ്റ് എന്നൊക്കെ ഷോർട്ട് ഫോം പറയാറുണ്ട്. എയ്ഡ്സ് വൈറൽ ഡിസോർഡർ ആണ്, HIV. പക്ഷെ ഓപ്ഷൻ 1 ringworm fungus ആയി പോയപ്പോൾ അത് തെറ്റി. ഓപ്ഷൻ 2 കോമൺ കോൾഡ് റൈനോ വൈറസ്, എയ്ഡ്സ്, HIV വൈറസ്. അപ്പം പെയർ ഓഫ് വൈറൽ ഡിസീസ് 2 അല്ലേ? സോ ഓപ്ഷൻ 2 is the right answer. 2 is the right answer. ഡിസെൻട്രി ബാക്ടീരിയൽ ഡിസോർഡർ കേട്ടോ. സാൽമണല്ല, ഷിഗല്ല, ഈക്കോളി ബാക്ടീരിയസ് ആണ് ഡിസെൻട്രി ഉണ്ടാക്കുക, ലൂസ് മോഷൻ പോലെ. കോമൺ കോൾഡ് അത് വൈറലാണ്, പക്ഷെ അതിലൊന്ന് ബാക്ടീരിയ ആയിപ്പോയി. ഓപ്ഷൻ 4 രണ്ടും ബാക്ടീരിയൽ ഡിസോർഡർ, ടൈഫോയിഡ്, സാൽമണല്ല ടൈഫി, ട്യൂബർകുലോസിസ്, മൈക്കോബാക്ടീരിയം ട്യൂബർകുലെ. ഓക്കെ, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. To which type of barriers under innate immunity do the saliva in the mouth and tears from the eyes belongs to? നമ്മൾ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. സലൈവ ഏത്, സലൈവൻ ടീയേഴ്സ് ഒക്കെ ഏത് ബാരിയറിന് എക്സാമ്പിൾ ആണെന്ന് ഇവർ ചോദിച്ചിരിക്കുന്നത്.
Cytokine barrier, cellular barrier, physiological barrier, physical barrier. Very simple, I think. Please go through the options carefully, guys. Okay. സലൈവയും ടീയേഴ്സ് ഒക്കെ ഏത് ബാരിയറിന് എക്സാമ്പിൾ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈറ്റോകൈൻ ബാരിയർ ആണോ, സെല്ലുലാർ ബാരിയർ ആണോ, ഫിസിയോളജിക്കൽ ബാരിയർ ആണോ, ഫിസിക്കൽ ബാരിയർ ആണോ? ഏത് ബാരിയറിന് എക്സാമ്പിൾ ആണ് ഗൈസ്? പ്ലീസ് ടെൽ മീ. യെസ്, പെട്ടെന്ന് കമന്റ് ചെയ്യും. വെരി സിമ്പിൾ, നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലേ. ഫിസിക്കൽ ബാരിയർ എന്തായാലും അല്ല, സ്കിന്നും മ്യൂക്കസ് മെമ്പറിനും ആണ്. സെല്ലുലാർ ബാരിയർ സെൽസ് ആണ്, സൈറ്റോകൈൻ ബാരിയർ ആൽഫ ഇന്റർഫെറോൺ. യെസ്, അപ്പം ഫിസിയോളജിക്കൽ ബാരിയർ. സലൈവ ടീയേഴ്സ് ഒക്കെ മെയിൻ ആയിട്ട് ഫിസിയോളജിക്കൽ ബാരിയേഴ്സിന് എക്സാമ്പിൾ ആണ്. യെസ് ഗൈസ്, വെരി ഗുഡ് ആൻസർ. ദാറ്റ് ഈസ് യെസ്, ഓപ്ഷൻ 3 is the right answer. Yes, very good. That is option 3. Physiological barriers is the right answer. Okay. Yes, very good. Next. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കണേ. നമ്മള് ആന്റിബോഡീസിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലേ? പഠിച്ചിട്ട് അതിന്റെ സ്ട്രക്ചർ പഠിച്ചിട്ടുണ്ട്. ആന്റിബോഡിയുടെ സ്ട്രക്ചറൽ ഫോർമുല എന്തായിരുന്നു? H2L2, 2 heavy chain and 2 light chains, which is linked by bond called disulfide bridges or disulfide bond. അങ്ങനെ 5 ടൈപ്സ് ഓഫ് ആന്റിബോഡീസ് ഒക്കെ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓരോ ആന്റിബോഡീസിന്റെ പ്രത്യേകത നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ആന്റിബോഡീസ് ഇൻ അവർ ബോഡി ആർ കോംപ്ലക്സ് ഡാഷ്. ലിപ്പോപ്രോട്ടീൻ ആണോ, സ്റ്റിറോയിഡ് ആണോ, പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണോ, ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണോ? ആന്റിബോഡീസിന്റെ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അവർ ലിപ്പോപ്രോട്ടീൻ ആണോ, സ്റ്റിറോയിഡ്സ് ആണോ, പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണോ, ഗ്ലൈക്കോപ്രോട്ടീൻസ് ആണോ? ഐ എം വെയിറ്റിംഗ് ഗൈസ്. പ്ലീസ് പെട്ടെന്ന് കമന്റ് ചെയ്തേ. എന്താണ് ഇതിനെ നമുക്ക് റൈറ്റ് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക? യെസ്, പെട്ടെന്ന് പറയൂ. Yes guys, very good answer. Yes, very good. That is yes. Yes guys, very good answer. That is yes, antibodies in our body are complex glycoproteins. That is option 4 is the right answer. Yes, very good. That is glycoproteins is the right answer. Okay, very good guys, very good. Next, which of the following is used to make vaccine? Vaccination നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? സിറിഞ്ചില് ആക്ടിവേറ്റഡ് പാത്തജൻ ആണോ, പാത്തജൻ ബ്ലോക്ക്ഡ് ബൈ ആന്റിബോഡി ആണോ, അറ്റിന്യൂവേറ്റഡ് പാത്തജൻ ആണോ, നൺ ഓഫ് ദ ഇതിൽ ഒന്നുമല്ല. അപ്പം വാക്സിൻ യൂസ് ചെയ്യാനും വേണ്ടിയിട്ട്, വാക്സിൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? പ്ലീസ് ഗൈസ്, എന്തായാലും ആന്റിജൻ ആണ്, ആന്റിബോഡി അല്ലല്ലോ. ആന്റിജനെതിരെ നമ്മുടെ ശരീരം ആന്റിബോഡി ഉണ്ടാക്കും. അതുകൊണ്ട് വാക്സിനേഷൻ ആക്റ്റീവ് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു മുമ്പ് കഴിഞ്ഞ സെഷൻ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. വാക്സിനേഷൻ ആക്റ്റീവ് ആണ്, ആന്റിബോഡി നമ്മളെ ബോഡി ഉണ്ടാക്കുക, അല്ല ഉണ്ടാക്കി എടുപ്പിക്കുന്നത്. ആർട്ടിഫിഷ്യലി അക്വയർഡ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് എക്സാമ്പിൾ ആണ്.
വാക്സിനേഷന്റെ സിറിഞ്ചിനുള്ളിൽ എന്താണ് എടുക്കുക? എങ്ങനെയുള്ള ആന്റിജൻ, എങ്ങനെയുള്ള പാത്തജൻ എടുക്കുക? അസുഖം ഉണ്ടാക്കുന്ന പാത്തജൻ ഡയറക്റ്റ് അതേ ഫോമിൽ കുത്തലാണോ? അത് മണ്ടത്തരല്ലേ? അതായത് ചത്ത ഫോമിലായിരിക്കും അല്ലേ? അപ്പൊ ഏതാണ് റൈറ്റ് ആൻസർ വരിക? കിൽഡ് ആന്റിജൻ ഓർ അറ്റിന്യൂവേറ്റഡ് ആന്റിജൻ. വിരുലൻസി കുറയ്ക്കുന്ന പ്രോസസ് നമ്മൾ അറ്റിന്യൂവേഷൻ പ്രോസസ് എന്നാ വിളിക്കുക. യെസ് ഗൈസ്, വെരി ഗുഡ് ആൻസർ. ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അറ്റിന്യൂവേറ്റഡ് പാത്തജൻ ഓർ കിൽഡ് ആന്റിജൻ, കിൽഡ് പാത്തജൻ. ഓക്കെ, അല്ലെങ്കിൽ വീക്കൻഡ് പാത്തജൻ. സോ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, attenuated pathogen is the right answer. Yes, very good answer guys. Yes, nice option. Very good. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയിക്കോട്ടെ. ഓക്കെ, malaria infection can be transmitted by. Malaria infection can be transmitted by the bite of infected female Anopheles mosquito. Option 2, vertical transmission through placental defect. Option 3, blood transfusion. Option 4, all of these. ഏതാണ് നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക? മലേറിയ ഇൻഫെക്ഷൻ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ. ഏതാ മക്കൾസ്? മലേറിയ ഇൻഫെക്ഷൻ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ബൈ bite of infected female Anopheles mosquito, vertical transmission through placental defect, blood transfusion, all of these. ഏതാണ് നമുക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റുക? പറയൂ. യെസ്, yes, very good answer. That is yes. Yes guys, that is option 4. All of this is the right answer. Okay, okay, all of this, that is option 4 is the right answer. Yes, very good answer. That is okay. Next, grafted kidney may be rejected in a patient due to. Grafted kidney may be rejected in a patient due to. Grafted kidney may be rejected in a patient due to humoral immune response, cell mediated immune response, passive immune response, innate immune response. Grafted kidney may be rejected in a patient due to. Very important question. Previous question ആണ് NEET exam ചോദിച്ച question. Which immunity is responsible for graft rejection? Yes, humoral means antibody mediated immunity. അല്ലെങ്കിൽ cell mediated ആണോ, passive ആണോ, innate immune response ആണോ? Very simple question I think, but important question guys. Please go through the options carefully. Yes, correct answer guys. Yes, very good answer guys. Yes, ഏത് ഓപ്ഷൻ വരെ? 1 or 2 or 3 or 4? Yes, repeated. ഇത് 2 തവണ NEET exam ചോദിച്ചിട്ടുണ്ട്. That is option 2 is the right answer. Cell mediated immunity is responsible for graft rejection. T lymphocyte related cell mediated immunity is responsible for graft rejection. Okay, note ചെയ്ത് വെച്ചോളൂ. Which immunity? Cell mediated immunity is responsible for graft rejection. Okay, next, ഈ question നോക്കിക്കേ. Malignant tertian malaria is caused by plasmodium dash. Malignant tertian malaria is caused by plasmodium dash. പ്ലാസ്മോഡിയത്തിന്റെ ഏത് സ്പീഷീസ് ആണ് മാലിഗ്നന്റ് ടെറിഷ്യൻ മലേറിയ കോസ് ചെയ്യുന്നത്? ഇത് NCERT നമുക്ക് കോർട്ടൺ മലേറിയ അങ്ങനെ കൊടുത്തിട്ടില്ല, എന്നാൽ അറിഞ്ഞിരിക്കുക മാലിഗ്നൻസി കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഡേഞ്ചറസ് ലീത്തൽ ഏതാണ് കോസ് ചെയ്യാം? ഓക്കെ, ഏതാണ് ഡേഞ്ചറസ് സ്പീഷീസ് ഓഫ് പ്ലാസ്മോഡിയം? അതാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. വൈവാക്സ് ആണോ, പ്ലാസ്മോഡിയം ഓവയിൽ ആണോ, പ്ലാസ്മോഡിയം മലേറിയ ആണോ, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണോ? പ്ലീസ് ഗോ ത്രൂ ദ ഓപ്ഷൻസ് കെയർഫുള്ളി. Malignant tertian malaria is caused by plasmodium dash. Malignant tertian malaria is caused by plasmodium dash. പ്ലാസ്മോഡിയത്തിന്റെ ഏത് സ്പീഷീസ് ആണ് മാലിഗ്നന്റ് മലേറിയ കോസ് ചെയ്യുന്നത്? അതായത് സെറിബ്രൽ മലേറിയ അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, ഉടനടി ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ള ആൾ മരിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. വിച്ച് ഈസ് ഡേഞ്ചറസ് ഗൈസ്. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. യെസ്, വെരി ഗുഡ് ആൻസർ. ദാറ്റ് ഈസ് യെസ്, പ്ലാസ്മോഡിയം. യെസ്, ഫാൽസിപ്പാരം. ഓപ്ഷൻ 4 is the right answer. Okay, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് വരിക. ഇത് ഡേഞ്ചറസ് ആണ്. Okay, which causes malignant malaria or cerebral malaria. So option 4 is the right answer. Okay, plasmodium falciparum is the right answer. Okay, പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം ആണ് ശരിയായ ഉത്തരം നമുക്ക് പറയാൻ പറ്റുക. ഓക്കെ,
അപ്പൊ നമ്മൾ ഇത്രയും MCQs ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരുപാട് MCQs നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഇൻഫെക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്മ്യൂണിറ്റി, പിന്നെ എയ്ഡ്സ്, ക്യാൻസർ, അതുപോലെ ഡ്രഗ്സ് ആൻഡ് വാക്സിനേഷൻ. നല്ല ഡ്രഗ്സും ചീത്ത ഡ്രഗ്സും ഒക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. NCERT ഉള്ള ഓരോ വേർഡും ഇമ്പോർട്ടന്റ് ആണ്. ഇത് വലിയൊരു ചാപ്റ്റർ ആണ്, മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഒരു ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കാതെ പഠിക്കരുത്, അത് പിന്നെ മണ്ടത്തരമാണ്. ഒരുപാട് തവണ വായിച്ചാലും പിന്നെ ഒരു കാര്യമില്ല. എല്ലാ ചാപ്റ്ററും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. പിന്നെ റിപ്പീറ്റഡ് റിവിഷന്റെ കാര്യം വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. അപ്പൊ ജസ്റ്റ് ഗൈസ്, എനിക്ക് വേറൊരു ഫയൽ ഉണ്ട്, പ്ലീസ് വെയിറ്റ്. ഓക്കെ, please wait guys. Okay, file mixed items. Guys, യെസ്, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ നിങ്ങൾ. ട്രാൻസ്പോർട്ട് ഓഫ് ദി ന്യൂറോ ട്രാൻസ്മിറ്റർ ഡൊപ്പാമിൻ ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ വിച്ച് ഡ്രഗ്? ട്രാൻസ്പോർട്ട് ഓഫ് ദി ന്യൂറോ ട്രാൻസ്മിറ്റർ ഡൊപ്പാമിൻ ഈസ് ഡിസ്റ്റർബ്ഡ് ബൈ വിച്ച് ഡ്രഗ്? കൊക്കെയിൻ, മോർഫിൻ, മരിജാന, ഹാഷിഷ്? പ്ലീസ് ഗൈസ് പെട്ടെന്ന് ആൻസർ ചെയ്തേ. ഒരു സ്റ്റിമുലന്റ് ആണ് ഈ ഡൊപ്പാമിൻ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, ഏതാണത്? യെസ്, വെരി ഗുഡ്. യെസ്, കൊക്കെയിൻ ആണോ, മോർഫിൻ ആണോ, മരിജുവാനയാണോ, ഹാഷിഷ് ആണോ? എന്തായാലും അതൊരു സ്റ്റിമുലന്റ് ആയിരിക്കും. ഈ കൊടുത്തിരിക്കുന്നതിൽ സ്റ്റിമുലന്റിന്റെ എക്സാമ്പിൾ ഏതാണ് സ്റ്റിമുലേഷൻ എഫക്റ്റ് ഉള്ളത്? യെസ്, വെരി ഗുഡ്. ദാറ്റ് ഈസ് യെസ്, കൊക്കെയിൻ ഈസ് ദ റൈറ്റ് ആൻസർ. കൊക്കെയിൻ which is obtained from erythroxylum cocae native to South America അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഹെൽത്ത് ആൻഡ് ഡിസീസിന്റെ നോക്കാം. ഇതൊക്കെ ഹ്യൂമൻ ഫിസിയോളജി ആണ് ഗൈസ്. ഓക്കെ, പ്ലീസ് വെയിറ്റ്. യെസ്, ഇത് NCERT-യുടെ ഡയഗ്രാം ആണ്. Identify the parts labeled A, B, C in the given figure and select the correct option. A എന്താണ്, B എന്താണ്, C എന്താണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഏതാണ് നമുക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റുക? ഓപ്ഷൻസ് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ലേ? A എന്താണ്, B എന്താണ്, C എന്താണ്? ഇത് NCERT-യിലുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് ആൻസർ പറയൂ. യെസ്, ഏതാണ് നമുക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റും? നിങ്ങൾ നോക്കിക്കേ. എ എന്തായാലും ഇവിടെ ഉള്ള ഒരു ഗ്ലാൻഡ് ഏതാ? തൊറാസ് റീജിയനിലെ തൈമസ് ഗ്ലാൻഡ്. ബി നോഡ്സ് ആണല്ലേ, നോഡ്സ് ആണ്, ലിംഫ് നോഡ്സ്. ഇത് സി എന്താണ്? വെസൽസ് ആണ്, ലിംഫാറ്റിക് വെസൽസ് ആണ്. അപ്പൊ ഏത് ഓപ്ഷൻ കൊടുക്കാൻ പറ്റുക? ഓപ്ഷൻ എ തൈമസ്, ഓപ്ഷൻ ബി ലിംഫ് നോഡ്, ഓപ്ഷൻ സി ലിംഫാറ്റിക് വെസൽ. ഓപ്ഷൻ 2 is the right answer guys. Yes, very good answer guys. Yes guys, very good. That is option 2 is the right answer. Okay, next. ഇത് നേരത്തെ നമ്മൾ വൈറൽ ഡിസീസ് നോക്കി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പെയർ ഓഫ് ബാക്ടീരിയൽ ഡിസീസ്? ഈ കൊടുത്തിരിക്കുന്നതിൽ ബാക്ടീരിയൽ ഡിസോർഡറിന്റെ പേർ ഏതെന്നാണ് ചോദിച്ചത്. കോമൺ കോൾഡ് എയ്ഡ്സ്, ഡിസെൻട്രി കോമൺ കോൾഡ്, ടൈഫോയിഡ്, ട്യൂബർക്ലോസിസ്, റിംഗ്വോം എയ്ഡ്സ്. നേരത്തെ ഓപ്ഷൻസ് തന്നെയാണ്, പക്ഷെ ഇപ്പൊ ചോദിച്ചിരിക്കുന്നത് ബാക്ടീരിയൽ ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ. യെസ് ഗൈസ്, വെരി ഗുഡ് ആൻസർ. യെസ്,
Very good answer. That is, which of the following is a pair of bacterial disease? ഏതാണ് correct ആണ് നിങ്ങൾ പറയുന്നത്? ഏതാ? Yes, very good, yeah. That's great answer, guys. Great answer. That is, which of the following is a pair of bacterial disease? Yes, that is, yes, option 3, typhoid and tuberculosis, isn't it? Typhoid, which is caused by mycobacterium, sorry, Salmonella typhi, and tuberculosis, which is caused by mycobacterium tuberculosis. Mycobacterium tuberculosis. Okay. Yes. This next question for you. Chemical name of heroin or smack is. Chemical name of heroin or smack is. What is the chemical name of heroin or smack? Triacetylmorphine, diacetylmorphine, dimethylmorphine, dihydroxymorphine. ഏതാണ് ശരിയായ ഉത്തരം? നമ്മൾ പഠിച്ചിട്ടുണ്ട് തിയറി സെഷനിൽ അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ മോർഫിനിൽ നിന്നും അസറ്റിലേഷൻ പ്രോസസ്സ് വഴിയാണ് ഹെറോയിൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഹെറോയിൻ ഒരു പേര് വിളിക്കും. അവിടെ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് ആണ് ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗർ നമ്മൾ ഡയസെറ്റൈൽ മോർഫിൻ ഹൈഡ്രോക്ലോറൈഡ് എന്ന് വിളിക്കും. ഹെറോയിനെ നമ്മൾ എന്താ വിളിക്കുക? യെസ്, വെരി ഗുഡ് ആൻസർ ഗൈസ്. യെസ്, നിങ്ങൾ പറയുന്ന കമന്റ് ചെയ്ത ആൻസർ ശരിയാണ്. ദാറ്റ് ഈസ് ഡയസെറ്റൈൽ മോർഫൈൻ. ദാറ്റ് ഈസ് ഓപ്ഷൻ 2 ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഡയസെറ്റൈൽ മോർഫിൻ, that is option 2 is the right answer. Diacetylmorphine, that is option 2 is the right answer. Yes, ഇത് നോക്കിക്കേ. Which one of the following options gives the correct match? Which one of the following options gives the correct match? Ascariasis, typhoid, amoebic dysentery, malaria. Which one of the following options gives the correct match? Ascariasis, typhoid, amoebic dysentery, malaria. Causative organism, mode of infection. ഇതിൽ ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഏതാണ് നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക? ഏതാണ് നമുക്ക് മക്കളെ ഇതിൽ ശരിയായ? സമയം എടുത്തിട്ട് ആൻസർ ചെയ്താൽ മതിയെ, സമയം എടുത്ത് തെറ്റിച്ചാൽ മതി കേട്ടല്ലോ. സമയം എടുത്തിട്ട് ശരിയാക്കണേ. ഓക്കെ, ഇതിൽ ഏതാണ് നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക മക്കൾസ്? യെസ്, yes, that is option 3, amoebic dysentery. Causative agent R-amoeba, endamoeba, endamoeba histolytica. Mode of infection contaminated food and water. Option 3 is the right answer. എന്തുകൊണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റി? ബൈറ്റ് ഓഫ് ഇൻഫെക്റ്റഡ് ഫീമെയിൽ ക്യൂലസ് മൊസ്കിറ്റോ ആണ് അസ്കാരിയാസിസ്. അസ്കാരിയാസിസ് അല്ല, ഫൈലേറിയാസിസ് ആണ് ക്യൂലസ് മൊസ്കിറ്റോ. ടൈഫോയിഡ് ഫീവർ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷനിലൂടെയാണ് പകരുക, അല്ല കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അമീബിയാസിസും ടൈഫോയിഡ് ഫീവർ ഒരേപോലെയാണ്, ഹൗസ് ഫ്ലൈ പരത്തുന്ന അസുഖമാണ് അല്ലേ. സോറി ഗൈസ്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ 3 ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. മലേറിയ ബൈറ്റ് ഓഫ് ലാർവയാണോ? ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനഫിലസ് മൊസ്കിറ്റോ ആണ്, നോട്ട് ലാർവ ഓഫ് അനഫിലസ് മൊസ്കിറ്റോ. അതുകൊണ്ട് നാലാമത്തതും തെറ്റാണ്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ 3 ഈസ് ദി റൈറ്റ് ആൻസർ. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഗ്രാഫ്റ്റഡ് കിഡ്നി, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്തതാണ്. നോൺ ഇൻഫെക്ഷ്യസിൽ ഏതാണ് മേജർ കോസ് ഓഫ് ഡെത്ത്? ക്യാൻസർ അല്ലേ, നമ്മൾ ചെയ്തതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ സെഷനിൽ ചെയ്ത ക്വസ്റ്റ്യൻസ് കേട്ടോ. ഇത് നോക്കിക്കേ, റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഈസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് നമ്മളെ എയ്ഡ്സിലും പഠിക്കുന്നുണ്ടല്ലേ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഈസ് RNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്, RNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. ഏതാണ് നമുക്ക് ഇതിൽ ശരിയായ ഉത്തരം കൊടുക്കാൻ പറ്റുക? റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ഈസ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിനെ കുറിച്ചിട്ട് ഏതാണ് മക്കൾസ് നമുക്ക് ശരിയായ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുക? യെസ്,
ആൻസർ ചെയ്യൂ. ശ്രദ്ധിച്ച് ആൻസർ ചെയ്താൽ മതി. ശ്രദ്ധിച്ച് കമന്റ് ചെയ്യണം. യെസ്, ഗ്രേറ്റ് ആൻസർ ഗൈസ്. ദാറ്റ് ഈസ് യെസ്, വെരി ഗുഡ് ആൻസർ. യെസ്. Yes, great answer, guys. That is yes, very good. Yes, guys, that is RNA dependent DNA polymerase. Option 4 is the right answer. യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഈ സെഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരു നീറ്റ് എക്സാമിന് എങ്ങനെ നേരിടണം കാര്യങ്ങളൊന്നും ഞാൻ സംസാരിക്കുന്നതിൽ എല്ലാവർക്കും എന്നെക്കാട്ടി കൂടുതൽ അറിവുള്ളതാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് കോൺസിസ്റ്റൻസി. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പഠിക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, യാ. Okay, bye bye.